വെൽക്കം ടു ഫ്രീ ടോക്ക് ബോക്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്യൂമയുടെ ഒരു ഷൂവിനെ കുറിച്ചാണ്. പ്യൂമ ഫാസ്റ്റ് RB നൈട്രോ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂവിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഡീറ്റെയിലും പറയാൻ പോകുന്നത്. ഈ ഷൂവിനെ കുറിച്ച് എന്തിനാ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടാൻ കഴിയുന്ന രീതിയിലുള്ള സ്പെക്ക് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഷൂ എന്നാണ് അവരുടെ കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഷൂ യൂസ് ചെയ്തുകൊണ്ട് മാരത്തണിൽ നമുക്ക് ഓടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവനൊരു പേര് അവർ കൊടുക്കാനും കാരണം. സോ അവർ പറയുന്നത് റൂൾ ബ്രേക്കർ എന്നാണ്. ഈ ഷൂ മാത്രമല്ല മാരത്തണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മാരത്തണിന്റെ അകത്ത് യൂസ് ചെയ്യേണ്ട ഷൂവിന്റെ കുറച്ച് സ്പെക്ക് ഉണ്ട്. ആ സ്പെക്കിന് മേളിലേക്കുള്ള ഷൂസ് മാരത്തണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആയി പോകും നിങ്ങൾ മാരത്തണിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. ഈ ഷൂവിന്റെ സ്പെക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഷൂവിന് കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് അനുസരിച്ച് നമുക്ക് ഈ ഷൂ വെച്ച് മാരത്തണിൽ ഓടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ഒരു പേര് കൊടുക്കാനും കാരണം. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുണീക് ഡിസൈൻ ആണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ് ഈ ഷൂവിന് നമ്മുടെ പ്യൂമ കൊടുത്തിരിക്കുന്നത്. 2025 ജനുവരി 25 കമ്പനി ഇത് പുറത്തുവിടുന്നത്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. 1000-ഓളം സ്റ്റോക്കുകൾ മാത്രമേ കമ്പനി ഇതിന് നിർമ്മിച്ചിട്ടുള്ളൂ. 1,20,000 ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ ഷൂവിന്റെ ഒരു അറൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് പല സൈറ്റിലും പല രീതിയിലുള്ള വിലകൾ കാണാം. എന്നാലും ഒരു അറൗണ്ട് കമ്പനി ഒഫീഷ്യലായിട്ട് വിട്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പ്യൂമ.com എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ മേടിക്കാനും കാണാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇവരുടെ ഔട്ട്ലെറ്റുകളിൽ, പ്യൂമയുടെ തന്നെ ഔട്ട്ലെറ്റുകളിൽ ഈ ഷൂ ഇറങ്ങിയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ US ഉണ്ടായിരുന്നു, UK ഉണ്ടായിരുന്നു, യൂറോപ്പ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ തായ്ലൻഡ്, ജപ്പാൻ, ചൈന, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഔട്ട്ലെറ്റുകൾ ഈ ഷൂ അവൈലബിൾ ആയിരുന്നു. ഷൂവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 355 ഗ്രാം ആണ്. റോമൻ ഗിറാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഷൂ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നമുക്ക് നമ്മുടെ കാലിനൊക്കെ നല്ല രീതിയിലുള്ള സോഫ്റ്റ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ദൂരം ഓടാൻ പറ്റും. അതിന്റെ ഒരു സപ്പോർട്ടിങ് ഡിസൈനിങ് അങ്ങനെ തന്നെയാണ് ആ ഷൂവിന്റെ. അതുകൊണ്ടാണ് ഇത്രയും പ്രചാരത്തിൽ ആ ഷൂ എത്തിപ്പെടാനും കാരണം. ട്രിപ്പിൾ ലെയർ ആണ് അതിന്റെ ഫോം വരുന്നത്. അതിന്റെ ഉള്ളിൽ നൈട്രജൻ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഈ ഷൂവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷൂവിന് ലേസ് ഇല്ലാതെ ഇറക്കിയേക്കുന്ന ഒരു റണ്ണിങ് ഷൂ ആണിത്. അതേപോലെ തന്നെ 2 വേരിയന്റിൽ അവൈലബിൾ ആണ് ഈ ഷൂ എന്ന് പറയുന്നത്. സ്ലിപ്പർ RB വെർഷനും ഉണ്ട്, അതേപോലെ തന്നെ ഫാസ്റ്റ് സ്ലിപ്പർ ന്യൂട്രോ എലൈറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വെർഷനും അവൈലബിൾ ആണ്. 2 രീതിയിലുള്ള കളറും അവൈലബിൾ ആണ്. നമുക്കൊന്നും വലിയ കേട്ടുപരിചയമില്ലാത്ത കൊണ്ട് വിശേഷ കളറാണ് അതെന്ന് പറയുന്നത്. സൈക്കാട്രാലിക് റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ടൂണും, അതേപോലെ തന്നെ വൈറ്റ്, യെല്ലോ, മജന്ത കളർ ടൂണും ഒട്ടുള്ള ഒരു സൈസ് കളർ ടൂണും. ഞാൻ ഈ കളറ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനത്തെ ഉള്ള ഒരു കളറിന്റെ പേരും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഷോക്ക് ഹൈ ലിമിറ്റ് എന്ന് പറയുന്നത് 18 mm ആണ്. അതേപോലെ തന്നെ ഹീൽ സൈസ് എന്ന് പറയുന്നത് 58 mm ആണ്. ഈ ഷൂ മാത്രമാണോ മാരത്തണിലൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അല്ല. ഈ 2021 വെനസില് ഒരു മാരത്തണിൽ എത്യോപ്യൻ റണ്ണർ ആയിട്ടുള്ള ഒരാള് ഈ അഡിഡാസിന്റെ ഒരു ഷൂ യൂസ് ചെയ്തിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 2 മണിക്കൂർ 9 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും ഫസ്റ്റ് പ്രൈസ് അയാൾക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ എന്നാൽ ആ ഒരു കിട്ടുന്ന സമയത്ത് തന്നെ അവരുടെ സംഘാടകര് ഇവർ യൂസ് ചെയ്തേക്കുന്ന ഷൂവിന് വാച്ച് ചെയ്യും. ആ ഷൂ മാരത്തന്റെ റെഗുലേഷൻസിന് പരിധിയിൽ വിട്ടിട്ടുള്ള സ്പെക്കുള്ള ഷൂ ആയതുകൊണ്ട് തന്നെ അതിനപ്പം തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് ആ പുള്ളിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അയാൾ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ അഡീഡാസിന്റെ ഒരു ഷൂ ആയിരുന്നു. AD0 Prime X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഷൂ ആയിരുന്നു അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യാനുണ്ടായത്. ഇപ്പൊ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പ്യൂമ ഷൂ ആണോ ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഷൂ ആയതുകൊണ്ടും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈൻ ബേക്കും ഇതിന്റെ സ്പെക് വൈസും ആയതുകൊണ്ടും ആണ് ഈ സാധനത്തെ എല്ലാവരും ഇത്രയും പെട്ടെന്ന് എടുത്തത്. പിന്നെ നമുക്കറിയാം ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ബ്രാൻഡ് ഭയങ്കര ഭ്രാന്ത് പിടിച്ചിട്ടുള്ള വിഷയമാണ്. ഇപ്പം ഇല്ല, കയ്യിൽ കാശുണ്ടാവും എന്ന് പറഞ്ഞ പോലെ കാശില്ലാത്തതുകൊണ്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഇത് കുറവും. പിന്നെ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ നല്ല സാധനം യൂസ് ചെയ്യാന്നുള്ളൂ, അല്ലാതെ ബ്രാൻഡ് യൂസ് ചെയ്യാന്നുള്ളതല്ല. നല്ല സാധനം നല്ല ബ്രാൻഡ് ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ബട്ട് യൂസ് ചെയ്യാൻ മാരത്തണിന് ലിമിറ്റേഷൻ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരത്തണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നോർമൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന നോർമൽ സ്പെക്കുള്ള കൊണ്ട് ഷൂ ആയിരിക്കണം എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിയമം മാരത്തണിൽ വെച്ചിരിക്കുന്നത്. അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കാരണമായ അഡീഡാസ് ഷൂവിന്റെ സൈസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറമായിരുന്നു. നമ്മുടെ മാരത്തണിൽ വേണ്ട സൈസ് എന്ന് പറയുന്നത്, ഷോക്ക് ഹീൽ സൈസ് എന്ന് പറയുന്നത് 10 mm, അതേപോലെ തന്നെ ഹീൽ സൈസ് എന്ന് പറയുന്നത് 40 mm ആണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്, ഷൂവിന്റെ ലിമിറ്റ്. പിന്നെ സിംഗിൾ ലെയർ ഫോം ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. ഇതിന്റെ അകത്ത് നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടെ പ്യൂമയുടെ ഷൂവിന്റെ അകത്ത് 3 ലെയർ ഫോം ആണ് വരുന്നത്. അത് നൈട്രജൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫോം ആണ് അതിന്റെ മൂന്നാമത്തെ നടുക്കത്തെ ലെയറിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ്, നല്ല സ്പ്രിംഗി ആണ്. അതേപോലെ തന്നെ ബൗൺസിങ് ഇച്ചിരി കൂടുതലാണ്. ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുന്നതൊക്കെ കാരണം അതുകൊണ്ടാണ്. മൊത്തത്തിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ സ്പെക്ക് എന്ന് പറയുന്നത്. ഇത് കാണാൻ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ ബേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുണ്ട്.
അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കും ജനങ്ങൾ ഇത്രയും പിന്നെ ഈ ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നത് അവരുടെ യൂണിക് ഡിസൈൻ ആയിരിക്കും. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അത്രത്തോളം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വില കൂടുതൽ. അതുകൊണ്ട് ഈ ഷൂവിനും വില കൂടുതലാണ്. 1,50,000 രൂപ എടുത്തു, 1,20,000 രൂപ എടുത്ത് റേറ്റ് വരുന്നുണ്ട്. 1,20,000 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ വിലയൊന്നും അല്ല. കാരണം നമുക്കറിയാം ഷൂവും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഇതിനേക്കാളും വിലയുള്ള സാധനങ്ങളുണ്ട്. ബനിയൻ ഈവൻ ഒരു ഇന്നറിന് വരെ ഇതിനേക്കാളും വിലയുള്ള ഇന്നറും കാര്യങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ റേറ്റിന്റെ കാര്യത്തിൽ അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എത്രയും വില എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ഷൂവിന് വേണ്ടിയിട്ട് ഇത്രയും വില എന്നൊക്കെ കേൾക്കുന്നതിന് ഞെട്ടിപ്പോ. വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുമ്പോൾ എനിക്ക് ഷൂ ഉണ്ട്. ഷൂവിന്റെ ഡിസൈൻ ഇങ്ങനെ ഇഷ്ടപ്പെടുകയും അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് റിസർച്ച് ചെയ്ത പോലെ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. ആ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ പോലെ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്കകത്ത് കാണാം.